ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പർപ്പിൾ ഗ്ലിംസ് ആഫ്റ്റർ എ ലോങ് ടൈം. എനിക്കറിയാം, ഞാനിപ്പോൾ കുറേ കാലമായി ലോങ് വീഡിയോ ഇട്ടിട്ട്. ആൻഡ് ഇത്രയും കാലത്തിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എം റിയലി ഹാപ്പി ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദിസ് വീഡിയോ. ഈ Q&A വീഡിയോ എൻ്റെ ഷൂട്ട് ചെയ്യുന്ന ഇപ്പോൾ തേർഡ് ടൈമാണ്. ഫസ്റ്റ് ടൈം ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. സെക്കൻഡ് ടൈം ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്ത്, പക്ഷേ മൈക്കിന് എന്തോ പ്രശ്നം പറ്റിയിട്ട് ഓഡിയോ ഒന്നും റെക്കോർഡായിട്ടുണ്ടായില്ല. ടാബ് നോക്കിയിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ ടാബിൽ ചാർജ് ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് ലാപ്പ് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ തന്നെ ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഋത്വിക രഞ്ജിത്ത് ആൻഡ് ഞാനിപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ളൂ. ഐ ആം 18 ഇയേഴ്സ് ഓൾഡ്. പിന്നെ എൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എൻ്റെ വീട് വരുന്നത്. പിന്നെ ഞാൻ പഠിച്ച സ്കൂള് GHSS പന്തലായനിയാണ്. ഇതൊക്കെ എനിക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ. പിന്നെ ജസ്റ്റ് ടു ക്ലാരിഫൈ, എൻ്റെ ചാനലിൻ്റെ പേര് എന്ന് പറയുന്നത് പർപ്പിൾ ഗ്ലിംസ് എന്നാണ്. പക്ഷേ ഷോർട്സ് കാണുമ്പോൾ എൻ്റെ ഹാൻഡിലിൻ്റെ പേര് റിഡ്ലോസ്കി എന്നാണ്. എൻ്റെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ, അച്ഛൻ, അനിയത്തി, അച്ഛമ്മ ആൻഡ് ഞാൻ, ഇങ്ങനെ 5 പേരാണുള്ളത്. എൻ്റെ അനിയത്തി ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഗേൾസ് സ്കൂളിൽ തന്നെ, ഞാൻ പഠിച്ച അതേ സ്കൂള്. പിന്നെ ഓളുടെ പേര് വേദിക എന്ന്. അതൊക്കെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫാദറിൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്, ദാറ്റ്സ് വൈ ഋത്വിക രഞ്ജിത്ത്. പിന്നെ മദറിൻ്റെ പേര് രാഗിറാം എന്നാണ്. അച്ഛമ്മ ദേവി. തക്കം കിട്ടുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ കാണുന്നില്ലല്ലോ. നമുക്ക് ആ ഫ്ലോയിൽ പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഏറ്റവും മേലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് ആ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് കുറേ പീപ്പിൾ വാണ്ടഡ് ടു ആസ്ക് ദാറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് റിസീവ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ വന്നത് 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, +2 കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്താണ് ചെയ്യുന്നത്. 2, ഞാൻ കമ്മിറ്റഡ് ആണോ, റിലേഷൻഷിപ്പിലാണോ, ബോയ് ഫ്രണ്ട് ഉണ്ടോ, ക്രഷ് ഉണ്ടോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, കോമൺലി ആസ്ക്ഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോൻ്റെ താഴെയും ഞാനിപ്പോൾ എന്ത് ക്ലാസ്സിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇതൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നതാണ്. ഹാവ് യു എവർ ബീൻ റോസ്റ്റഡ് ഇൻ സ്കൂൾ ഫോർ ബീയിങ് എ യൂട്യൂബർ? അങ്ങനെ ചോദിച്ചാൽ യെസ്. റോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ യെസ്, ഐ ബീൻ റോസ്റ്റഡ്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈംസ് എന്താ തമാശ എന്നുള്ള, ലൈക്ക് എന്താ കളിയാക്കുന്നതിനെ കാട്ടും ഇറ്റ് ഇസ് ലൈക്ക് എനിക്ക് ഫീൽ ചെയ്തത് ഒരുമാതിരി അസൂയയിൽ നിന്ന്, ജലസിയിൽ നിന്ന് ലൈക്ക് ഡെവലപ്പ് ചെയ്ത കൈൻഡ് ഓഫ് റോസ്റ്റിംഗ് ആണ്. പക്ഷെ എല്ലപ്പോൾ ഞാൻ എല്ലാം തമാശയായിട്ടാണ് എടുക്കൽ. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ടൈം ടു അതിലിങ്ങനെ കുത്തി ചെല്ലിച്ച് ഇങ്ങനെ ഓരോട് പോയി തിരിച്ച് പറഞ്ഞ് ഇങ്ങനെ ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ +1 +2 ഞാൻ ഏറ്റവും കൂടുതൽ ലീവ് ആക്കിയിട്ടുള്ള സമയമാണ്. ഞാൻ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ലീവ് ചെയ്യുന്നു. ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഞാൻ ലീവ് ചെയ്യുന്നു. +1ഉം +2 അങ്ങനെ തന്നെയായിരുന്നു. ബെയർലി ഞാൻ അറ്റൻഡൻസ് മീറ്റ് ചെയ്തതാണ്. യെസ്, അപ്പോൾ കുറേ ഡേയ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. മൈ +1 +2 എക്സ്പീരിയൻസ് വാസ് നോട്ട് ദാറ്റ് പ്ലസൻ്റ് ആയിട്ടുള്ള അങ്ങനത്തത്. +1 തൊട്ടേ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ അതെന്തെങ്കിലും അറിയുന്നുണ്ടാവും. ഞാനെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ അങ്ങനെ പ്രിഫർ ചെയ്യാത്ത ഒരാളാണ്. ലൈക്ക് എല്ലാവരോടും പറയാൻ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഇങ്ങനെ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ യൂട്യൂബിനെ കുറിച്ച് ഒന്നും റിയൽ ലൈഫിൽ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അൺലെസ് ഞാൻ ഭയങ്കര ക്ലോസ് ആയി കഴിഞ്ഞാൽ മാത്രം ഞാൻ പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാനായിട്ട് ഇതുവരെ ആരോടും അങ്ങോട്ട് പോയിട്ട് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ +1 പോയ സമയത്തും ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ പിന്നെ ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇവരെ ഫീഡിൽ ഇങ്ങനെ പോകില്ലേ വീഡിയോ ആൽഗോരിതം, അങ്ങനെ ആണ് അധികം ആൾക്കാരും അറിഞ്ഞത്. അറിയാൻ തുടങ്ങിയതിന് ശേഷം +1 തുടക്കത്തിലൊക്കെ എനിക്കൊരു 10K ഈ ഒരു റേഞ്ചിലുള്ളായിരുന്നു. +2 എത്തിയ സമയത്ത് ഒരു 30K. പിന്നെ +2 ടൂർ കഴിഞ്ഞാലാണ് 50K അടിച്ചത്. പിന്നെ അവിടുന്ന് ഗ്രോത്ത് ആയിരുന്നു. അപ്പോൾ ഈ ടൂറിൻ്റെ സമയമാകുമ്പോഴേക്ക് ഏകദേശം എല്ലാവർക്കും അറിയായിരുന്നു എനിക്ക് ചാനലുള്ളത്. ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ഇങ്ങനെ പറയും, ഇങ്ങനെ തമാശയായിട്ടൊക്കെ ബോയ്സൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ഞാനത് വലിയ കാര്യമാക്കി എടുത്തിക്കില്ല. പക്ഷേ ചില ആൾക്കാർ ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇത് 1-2 പ്രാവശ്യം റിയാക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാനിങ്ങനെ ചിരിച്ചു വിടലാണ് പതിവ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇഫ് യു ആർ എ കോണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് ഗോയിങ് ടു സ്കൂൾ, അത്രയും എന്താ, എനിക്ക് ഗേൾസ് ഓൺലി ആയ സമയത്ത് വലിയ പ്രോബ്ലം തോന്നിയില്ല. പക്ഷേ
ഭയങ്കര ചടപ്പുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഇഫ് യു ആർ ലൈക്ക് മെയിൻ ആക്കാനൊന്നും താല്പര്യമില്ല. അങ്ങനെ യു വാണ്ട് ടു ലിവ് യുവർ ലൈഫ്, ഹാവ് ഫൺ ആൻഡ് ഗോ ഹോം. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് നല്ല മാർക്കൊക്കെ കിട്ടിയിട്ട് അങ്ങനെയാണ് സ്കൂളിലെ നിങ്ങളെ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ചാനൽ കൊണ്ട് ഇഫ് കുറേ ആൾക്കാർ നിങ്ങൾക്ക് അറിയെങ്കിൽ കുറച്ച് ചടപ്പുള്ള പരിപാടിയാണ്. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ്. കാരണം ഞാനായിട്ട് ആർക്കും അധികം ആൾക്കാരുടെ അടുത്തും എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഓൾറെഡി എന്നെക്കുറിച്ച് അറിയുന്നുണ്ടാവും. പിന്നെ ഞാൻ സ്കൂളിലൂടെ നടന്നു പോകുമ്പോൾ ഒക്കെ ചെറിയ മക്കളൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കും. ബസ്സിന് കാത്തിക്കുമ്പോൾ, സ്റ്റാൻഡിൽ പോകുമ്പോൾ എല്ലായിടത്തുനിന്നും ആൾക്കാരിങ്ങനെ ചുറ്റും വന്ന് സംസാരിക്കും, ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റ് നമ്മൾ പുതിയൊരാളെ പരിചയപ്പെടുന്ന സമയത്ത് ഇവർക്ക് ഓൾറെഡി നമ്മളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഇവരെക്കുറിച്ച് ഒന്നും അറിയുന്നുണ്ടാവില്ല, പേര് പോലും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ കുറേ സാഹചര്യങ്ങളിൽ ഓക്വേർഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓർക്ക് എന്നെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷെ എനിക്കൊന്നും അറിയില്ല അങ്ങനെ. പക്ഷേ ഓവറോൾ ഐ വിൽ നെവർ ട്രേഡ് ദിസ് ഫോർ സംതിങ് എൽസ്. വേറെ ഒന്നിനു വേണ്ടിയിട്ട് ഞാൻ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് ഈസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരുടെങ്കിലും കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണോ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയതെന്ന്? ആക്ച്വലി നോ, ആരെയും കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടല്ല ഞാൻ ചാനൽ തുടങ്ങിയത്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ചാനൽ തുടങ്ങുന്നത് 2021 ഒരു ഓഗസ്റ്റ് ടൈം. ഞാൻ അന്നേരം ബാംഗ്ലൂരായിരുന്നു ഉള്ളത്. എൻ്റെ അച്ഛൻ അന്നേരം ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൊറോണ ടൈമിൽ ബാംഗ്ലൂർ പോയതായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ ഓൺലൈൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചത്, ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ 7ാം ക്ലാസ് പഠിച്ച ചേച്ചി ഇങ്ങനെ ഞാൻ കമ്പനി ചെയ്യുന്നു. അന്നേരം അയ്യേച്ചി ഒരു ദിവസം, അയ്യേച്ചി അല്ല, സെയിം ഏജാണ്. ഓക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഓളിങ്ങനെ പറഞ്ഞു ഒരു ദിവസം എനക്കും തുടങ്ങിക്കൂടെ, ഒരു ഫണ്ണാണിത്, ട്രൈ ചെയ്തോക്ക് അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, വെറുതെ തുടങ്ങാന്ന് വെച്ച് ഞാൻ അവിടുന്ന് അന്ന് ട്രെയിനിന് തിരിച്ചു വരുമ്പോഴാണ് ഇത് തുടങ്ങിയതും. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ വെൽക്കം ടു പർപ്പിൾ ഗ്ലിംസ് എന്ന് പറഞ്ഞ എൻ്റെ ഫസ്റ്റ് വീഡിയോ ട്രെയിനിലിരുന്നിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ആ ക്യാബിലിരുന്ന് ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്ത് പേരിടും. അങ്ങനെയാണ് ഞാൻ പർപ്പിൾ ഗ്ലിംസ് എന്ന് പറഞ്ഞ പേരിലെത്തിയത്. പർപ്പിൾ ബിക്കോസ് ഞാൻ അന്നേരം ഒരു BTS ആർമി ആയിരുന്നു. ആൻഡ് ഓൾസോ പേർപ്പിൾ എന്നുള്ള കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പേർപ്പിൾ എന്ന് പറഞ്ഞത് വേർഡിന് ഒരു മീനിങ് ഉണ്ടല്ലോ, കളർ ആസ് എ കളർ ആൻഡ് ആസ് എ വേർഡ്. ലൈക്ക് പർപ്പിൾ ഇസ് ദ ലാസ്റ്റ് കളർ ഓഫ് റെയിൻബോ, ഇറ്റ് മീൻസ് അങ്ങനെ ഒരു മീനിങ് ഇല്ലേ. ബിക്കോസ് ഓഫ് ആ മീനിങ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പർപ്പിൾ എന്ന് വെച്ചു. പിന്നെ ഗ്ലിംസ് എന്ന് വെച്ചാൽ ഗ്ലിംസ് ആണ് ആക്ച്വലി വാട്ട് ഐ വാണ്ടഡ് ടു പുട്ട്. പക്ഷേ ഗ്ലിംസ് എന്ന് മാത്രം ഇടുമ്പോൾ ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ ഗ്ലിംസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ മൊമെൻ്ററി വ്യൂ. അപ്പോൾ ഇങ്ങനെ മൊമെൻ്ററി വ്യൂ, കുറച്ച് നേരത്തേക്കുള്ള വ്യൂ, ലൈക്ക് കുറച്ച് നേരത്തേക്ക് ആൾക്കാർക്ക് കംഫർട്ട് കൊടുക്കുക എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത്. അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഗ്ലിംസ് എന്നുള്ള വേർഡിലെത്തിയത്. ഗ്ലിംസ് എന്ന് പറഞ്ഞ വേർഡ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഓക്കെ, പിന്നെ ഓൾസോ എൻ്റെ പണ്ടത്തെ കാലം ഓർമ്മിക്കാൻ വേണ്ടി പർപ്പിൾ മുന്നിൽ കിടക്കുന്നു. അല്ല, യാ. പിന്നെ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഫേസ്ലെസ് ആയിട്ടായിരുന്നു വീഡിയോ ചെയ്യൽ. പിന്നെ എനിക്ക് എൻ്റെ വോയിസ് ഭയങ്കര ഇൻസെക്യൂർഡായിരുന്നു. അപ്പോൾ എനിക്ക് മുഖം കാണിക്കാനും വോയിസ് ഇതാക്കാനും ഒക്കെ ഭയങ്കര അങ്ങനെ ഞാൻ ലോങ് വീഡിയോസ് മാത്രമാണ് ഇട്ടിട്ടുണ്ടായത്. ഞാൻ ഷോർട്സ് അങ്ങനെ തീരെ ഇട്ടിട്ടില്ലായിരുന്നു യൂട്യൂബിൽ. ആ ഒരു ടൈമിൽ ഷോർട്സ് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു, ഞാൻ തുടങ്ങിയ ടൈമിലൊക്കെ ലോങ് വീഡിയോസ് അതിനും ഉള്ളത്. പക്ഷേ എന്നിട്ടും 2 വർഷം കഴിഞ്ഞിട്ടും ഞാൻ ഷോർട്സിലേക്ക് മാറിയിട്ടുണ്ടായില്ല, ലോങ് വീഡിയോ ഓൺലി. ഈ ഒരു സമയത്ത് ഞാൻ ഫേസ് കാണിക്കാത്തതുകൊണ്ടും എൻ്റെ സൗണ്ട് കേൾപ്പിക്കാത്തതുകൊണ്ടും ചില വീഡിയോസിലൊക്കെ സൗണ്ട് ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്തിട്ട് അങ്ങനത്തെ വീഡിയോസ് അതിനും ചെയ്യൽ. അബ്രോഡിലെ ക്രിയേറ്റേഴ്സൊക്കെ ആ ടൈമിൽ ചെയ്യുന്നില്ല അങ്ങനത്തെ. പക്ഷേ തീരെ ഗ്രോത്ത് ഇല്ലായിരുന്നു. എനിക്ക് 3 കൊല്ലോ 2021 ചാനൽ തുടങ്ങിയിട്ട് 2023 ഞാൻ 1K അടിക്കുന്നത്. എന്നിട്ട് ഞാൻ 2024 ആകുമ്പോഴേക്ക് 8K ആയി. 2025 എൻ്റെ ലൈഫ് മൊത്തം മാറിയത്. ഐ ഹിറ്റ് 50K. ആൻഡ് ഇപ്പോൾ 2026 ജനുവരിയിൽ ഞാൻ 100K അടിച്ചു. ആൻഡ് ഇപ്പോൾ ജൂലൈയിലെത്തി നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ 200K ആവാനായി. താങ്ക് യു സോ മച്ച്. ഇറ്റ് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് യു. തുടക്കത്തിൽ തൊട്ടേ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കും ആൻഡ് ഓൺ ദ വേ ഈ ജേർണിയിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു.
വാട്ട് വാസ് യുവർ ടീച്ചേഴ്സ് റിയാക്ഷൻ വെൻ ദേ ഫൗണ്ട് ഔട്ട് അബൌട്ട് യുവർ ചാനൽ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ കൊറോണ ടൈമിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ അറിയുണ്ടാവും, ഇങ്ങനെ ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഒക്കെ കണ്ടിട്ട്. പിന്നെ എല്ലാവർക്കും അറിയായിരുന്നു. ആ ടൈമിൽ ഞാൻ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വീഡിയോസാണ് പോസ്റ്റ് ചെയ്തത്. പക്ഷേ ദ റീസൺ ഞാൻ എവിടെ എത്താത്തത് വാസ് ബിക്കോസ് ഞാൻ എൻ്റെ വോയിസ് കേൾപ്പിച്ചില്ല. എൻ്റെ വോയിസിൽ സംസാരിക്കാൻ തുടങ്ങിയാലും ഓൺ വോയിസ് ചെയ്യാൻ തുടങ്ങിയാലാണ് എൻ്റെ ഗ്രോത്ത് ഉണ്ടായത്. യുനോ ഞാൻ 4 വർഷം ഒറ്റാനും എൻ്റെ വോയിസും കാണിച്ചില്ല, അധികം എൻ്റെ ഫേസ് ഷോ ചെയ്യാണ്ടാണ് വീഡിയോ ചെയ്തത്. ഇത് രണ്ടും ചെയ്യാൻ തുടങ്ങിയതാണ്, അന്നേരമാണ് എൻ്റെ ഗ്രോത്ത് ഇതായത്. കാരണം ഐ വാസ് റിയലി ഇൻസെക്യൂർഡ് ഓഫ് മൈ വോയിസ്. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്ന സാധനം എന്ന് വെച്ചാൽ എൻ്റെ വോയിസാണ്. എൻ്റെ എല്ലാ വീഡിയോസ് എടുത്തു നോക്കിയാൽ അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും എപ്പോഴും മെൻഷൻ ചെയ്യാറുണ്ട് എൻ്റെ വോയിസ് ഭയങ്കര കംഫർട്ടിംഗ് ആണ്, എൻ്റെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര കംഫർട്ടിംഗ് ഫീലാണ്, ഭയങ്കര മോട്ടിവേറ്റഡ് ആൻഡ് ഇൻസ്പയർഡ് ആവും. എൻ്റെ വർത്താനം കേൾക്കുമ്പോൾ എൻ്റെ വർത്താനം ഭയങ്കര ഇഷ്ടമാണ്. ദ വെരി തിങ് ദാറ്റ് ഐ വാസ് ഇൻസെക്യൂർഡ് അബൌട്ട് ഇസ് ദ തിങ് ദാറ്റ് ചേഞ്ച്ഡ് മൈ ലൈഫ് റൈറ്റ് നൗ. Ever caught someone watching your vlogs in secret, even they mocked you first, even if they mocked you first എന്നായിരിക്കും. അങ്ങനെ ചോദിച്ചാൽ കുറേ ആൾക്കാർ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പല ആൾക്കാരോട് കോൺവെർസേഷൻ ഉണ്ടാവുന്ന സമയത്ത് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇവരെക്കുറിച്ച് ഒന്നും അറിയണ്ടാവില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ദേ ആർ സോ ഇൻവെസ്റ്റഡ് ഇൻ മൈ ലൈഫ് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ ദ തിങ്സ് ഐ ഗോ ഡു. പിന്നെ പ്രത്യേകിച്ച് കുറേ ആൾക്കാർക്ക് ഗേൾസിൻ്റെ കാര്യം ഇറ്റ് ഇസ് ലൈക്ക് ഓക്കെ പക്ഷെ കുറേ ബോയ്സ് ലൈക്ക് വെറുതെ ഇങ്ങനെ ഫണ്ണാക്കും. പക്ഷേ ഐൽ ബി ലൈക്ക് ഇവരിങ്ങനെ ഫണ്ണാക്കുന്നത് രണ്ടാമത്തെ കാര്യം. എൻ്റെ ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് ദർ നോട്ട് ഈവൻ ഇൻട്രസ്റ്റഡ് ഇൻ മീ എന്നാണ് ഒരു ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ദേ വാച്ച് എവറി കണ്ടന്റ് ഐ മേക്ക്. എല്ലാ വീഡിയോവും ഞാൻ കാണുന്നതിനെക്കാട്ടും, ഞാൻ ഒന്ന് റീപ്ലേ അടിച്ച് നോക്കുന്നതിനെക്കാട്ടും മുന്നേ ഇവരും 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും, ഷെയർ ചെയ്തിട്ടുണ്ടാവും, ഇവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഈ +2 പഠിക്കുന്ന സമയത്ത് കുറേ ഇൻസിഡൻസ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിടുന്ന ഓരോ സ്റ്റോറിയും ഇങ്ങനെ നോക്കി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാനോരോ സ്റ്റോറി ഇടും, ഞാൻ തന്നെ ഇരുന്ന് കാണും, ലൈക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു എനിക്ക്. പക്ഷെ പിന്നെ എനിക്ക് കുറേ കാര്യം സ്ഥലത്തുനിന്ന് മനസ്സിലായി, ഓക്കെ എൻ്റെ സ്റ്റോറിയിൽ ഞാൻ കാണാത്ത അർത്ഥം വരെ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്, ഇതൊക്കെ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ആക്ച്വലി പീപ്പിൾ പേ ദിസ് മച്ച് അറ്റൻഷൻ ടു മീ, ഐ ഡോണ്ട് നോ ദാറ്റ്. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഞാൻ +2 കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്. സത്യം പറയട്ടെ, ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചിന്തിച്ച് ആൻസർ ചെയ്യണം. കാരണം ഇതെനിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു വെക്കേഷൻ ടൈമിൽ. എന്ത് ക്ലാസ്സാണെന്ന് എനിക്കിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഐ പ്രിഫർ ടു കീപ്പ് ഇറ്റ് പ്രൈവറ്റ്. പക്ഷേ ഒരു ക്ലാസ്സിന്, ആൻഡ് ഈ ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സാം ഉണ്ട്. ആ എക്സാം ഇനി ഞാൻ നെക്സ്റ്റ് മന്ത് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം 1 കൊല്ലം ബ്രേക്ക് എടുക്കാനാണ് ഞാനിപ്പോൾ ഡിസൈഡ് ചെയ്തത്. ഇത്രയും ദിവസം ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. 1 കൊല്ലം ഞാൻ ബ്രേക്ക് എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ പറയുക, കോഴ്സസ് ഒക്കെ നോക്കുന്നുണ്ട് ബാച്ചുലേഴ്സായിട്ടും. പക്ഷേ ഞാനൊന്നും ഡിസൈഡ് ചെയ്തില്ല. ചാടി കയറി ഡിസൈഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാനിപ്പോൾ ഫുൾ ടൈം ആയിട്ട് കോണ്ടൻറ് ക്രിയേഷൻ ഈ ഒരു കൊല്ലം ടൈമിൽ ചെയ്യാനും പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്. ഇറ്റ് ഡിപ്പെൻസ്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം. ആൻഡ് ദി ഓൺലി റീസൺ ഐ ക്യാൻ ഡൂ ദിസ് ഇസ് ബിക്കോസ് എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ഒരു ടൈമിൽ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എൻ്റെ ഡിസിഷനിൽ ഇത്രയും ഫ്ലെക്സിബിലിറ്റി ഉള്ളത്. സോ യെസ്, 1 കൊല്ലം ഞാൻ ബ്രേക്ക് എടുക്കാൻ പോവാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്ത് കോഴ്സാണെന്ന് എനിക്കിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൺ ദ വേ ഞാൻ കോഴ്സസ് നോക്കുന്നുണ്ട്. ആൻഡ് ഇഫ് ഐ ഫൈൻഡ് എനിത്തിങ് വെരി ഇൻട്രസ്റ്റിംഗ് ദെൻ ഐ വിൽ ജോയിൻ ഇറ്റ് ഈ 1 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് തന്നെ. വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആസ് എ യൂട്യൂബർ എന്ന് പറയുകയാണെങ്കിൽ ദർ ഇസ് ബീൻ ബാഡ് എക്സ്പീരിയൻസ്. പക്ഷേ ഇതിനകത്ത് വേറെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, എപ്പോഴെങ്കിലും റിഗ്രറ്റ് ആയിട്ടുണ്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, എപ്പോഴും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു യൂട്യൂബർ ആയതിൽ എന്ന്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നെവർ ഇൻ മൈ ലൈഫ് ഫോർ എ സിംഗിൾ മൊമെൻറ്റ് ഐ ഹവ് റിഗ്രറ്റഡ് സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനൽ ഓർ ബീയിങ് എ യൂട്യൂബർ. നെവർ. എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് ഈ യൂട്യൂബ് ചാനൽ കാരണമാണ്. യുനോ ഫൈനാൻഷ്യലി, മെൻ്റലി എല്ലാം എന്നെ കുറേ തരത്തിൽ എൻ്റെ യൂട്യൂബ് ചാനൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈക്ക് സോഷ്യൽ വാല്യൂസ് കുറേ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈക്ക് ബോത്ത്
ഇങ്ങനെ സാധാരണ കാര്യങ്ങളും അല്ലാണ്ട് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് കുറേ ബ്രാൻഡ്സ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വലിയ അച്ചീവ്മെൻറ്റാണ്. പ്രത്യേകിച്ച് ഞാൻ കൊമേഴ്സിലും ബിസിനസ്സിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ആളായതുകൊണ്ട് ഞാൻ കുറേ ആൾക്കാരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷുകാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഹിന്ദിക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവരോടൊക്കെ ഞാൻ നെഗോഷിയേറ്റ് ചെയ്യലുണ്ട്, ഡീൽസ് ക്ലോസ് ചെയ്യലുണ്ട്, ബ്രാൻഡ്സിനോട് പിച്ച് ചെയ്യലുണ്ട്, ഇമെയിൽസ് റിപ്ലൈ ചെയ്യലുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സ്കില്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇറ്റ് ഈസ് റിയലി വാല്യുബിൾ ഫോർ മീ. ഇനീഷ്യലി ഉള്ള ഓരോ കൊളാബ്സ് ആണെങ്കിലും ഓരോ കൊളാബറേഷൻസ് നിന്ന് ഞാൻ പഠിക്കുന്ന വാല്യുബിൾ ലെസൺസും, അല്ലാണ്ട് ഞാനിപ്പോൾ റെഗുലർ വീഡിയോസ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് പഠിക്കുന്ന കാര്യങ്ങളും, എന്നെ തന്നെ ബ്രാൻഡ് ചെയ്യാൻ ഞാൻ പഠിച്ചതും, എന്നെ തന്നെ കണ്ടൻ്റ് ആക്കാനും എൻ്റെ ലൈഫ് കണ്ടൻ്റ് ആക്കാനും, അതുമാത്രമല്ല പല കാര്യങ്ങളും സെയിൽസ്, മാർക്കറ്റിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി ഞാനൊരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10th കഴിഞ്ഞിട്ട് കൊമേഴ്സ് എടുക്കാൻ ഉള്ള ഏറ്റവും വലിയ റീസൺ ഈ ചേച്ചിയാണ്. ചേച്ചീൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. എസ്പെഷ്യലി ഫുൾ A+ഉം 9A+ഉം 8A+ ഒക്കെ കിട്ടിയിട്ടും കൊമേഴ്സ് എടുത്ത ആൾക്കാർ, കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ ആം സോ ഹാപ്പി ടു മേക്ക് ദാറ്റ് ഹാപ്പൻ. കാരണം ഇതെന്ന് വെച്ചാൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഇതൊരു സ്റ്റീരിയോ ടൈപ്പാണ്. കുറേ ആൾക്കാർ ബിലീവ് ചെയ്യുന്നത് ഇപ്പോഴും കൊമേഴ്സ് പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സയൻസിൽ സീറ്റ് കിട്ടിയില്ലേ മാത്രം എടുക്കാനുള്ള ആണ് സയൻസ്, അത് കഴിഞ്ഞാൽ കൊമേഴ്സ്, അത് കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ്, അങ്ങനെയാണ് അതിൻ്റെ വാല്യൂ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് പൊട്ടിക്കുന്നതിൽ എനിക്ക് ചെറിയൊരു പാർട്ട് പ്ലേ ചെയ്യാൻ പറ്റിയതിൽ ഐ ആം റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് മീ ആൻഡ് മേക്കിംഗ് ഓർ ഇൻക്ലൂഡിങ് മീ ഇൻ മേക്കിംഗ് സച്ച് ബിഗ് ഡെസിഷൻ ഇൻ യുവർ ലൈഫ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും കൊമേഴ്സ് സ്റ്റുഡൻ്റ് അല്ലേ. ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്? അയ്യോ, ഞാനില്ലേ ലാപ്ടോപ്പ് കൈ പിടിച്ചിട്ട് എൻ്റെ ടാബാന്നുള്ള ഓർമ്മയിൽ സ്ക്രീൻ ഇങ്ങനെ നിൽക്കുക, പക്ഷേ ഇത് നീങ്ങുന്നില്ല. പിന്നെ ഇംഗ്ലീഷ് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഇംഗ്ലീഷ് ഞാൻ സെൽഫായിട്ട് പഠിച്ചതാണ്, കോഴ്സിന് പോയിട്ടൊന്നും പഠിച്ചതല്ല. അങ്ങനെയും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ മ്യൂസിക് കേൾക്കും, പിന്നെ ഞാൻ സിനിമയൊക്കെ കാണുന്ന സമയത്ത് മാക്സിമം ഞാൻ ഇംഗ്ലീഷാണ് കാണുന്നത്. കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻ അല്ല, എനിക്കതാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ്. അപ്പോൾ ഇംഗ്ലീഷിലാണ് എൻ്റെ ഫീഡ് നോക്കിയാലും, അല്ലെ എൻ്റെ ഞാൻ ജേർണൽ ചെയ്യുന്ന ഇംഗ്ലീഷാണ്, എല്ലാം ഇംഗ്ലീഷിലാണ് ഞാൻ പണ്ടേ ചെയ്യൽ, ചെറുപ്പത്തിലേ. പിന്നെ ഞാൻ 4ാം ക്ലാസ് വരെ CBSE ആയിരുന്നു പഠിച്ചത്. അതിനുശേഷം എനിക്കെന്തോ ഇതായിരുന്നു ഇൻട്രസ്റ്റ്, അങ്ങനെ ഞാൻ പഠിച്ചതാണ്. മെയിനായിട്ട് മൂവീസും സീരീസും കണ്ടിട്ടാണ് എൻ്റെ ഇംഗ്ലീഷ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. പക്ഷെ ഇപ്പോഴും പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കുറേ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് ഇപ്പോഴും വരുത്തുന്നുണ്ട്. ആൻഡ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട സാഹചര്യത്തിലാണ് വളർന്നു വരുന്നത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിലാണ് ഞാൻ വളർന്നു വരുന്നതെന്ന് വെച്ചാൽ, ഐ ക്യാൻ സ്പീക്ക് ബെറ്റർ ഇംഗ്ലീഷ് ദാൻ ദിസ് ബിക്കോസ് ഡെയിലി കോൺവെർസേഷൻസ് ഉണ്ടാവുന്നതുകൊണ്ട്. പക്ഷേ റൈറ്റ് നൗ ഐ എം നോട്ട് ഡൂയിങ് എ റിയലി ഗുഡ് ജോബ്. അറ്റ് വൺ പോയിൻറ്റ് ഇതിനെക്കാട്ടും നല്ലോണം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കലുണ്ട് എന്നാണ് ഐ തിങ്ക്. പക്ഷേ റൈറ്റ് നൗ ഞാനിപ്പം അധിക ദിവസവും ഇംഗ്ലീഷിലൊന്നും കോൺവെർസേഷൻ ഇല്ലാത്തതുകൊണ്ട് കുറേ കാലമായിട്ട് ടച്ച് നല്ലോണം വിട്ടുപോയിട്ടുണ്ട്. ഞാൻ പറയുന്ന സമയത്ത് കുറേ മിസ്റ്റേക്സ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു യു മാനേജ് യുവർ സ്റ്റഡീസ്, യുവർ അസ്തറ്റിക് ലൈഫ്, യൂട്യൂബ് ചാനൽ ഓൾ ടുഗെദർ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ടൈം മാനേജ്മെൻറ്റും അങ്ങനെയുള്ള മാനേജ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റിയ ഒരാളല്ല ഞാൻ. ആക്ച്വലി അതിൽ പറ്റ പോക്കാണ് പറയുകയാണെങ്കിൽ. എൻ്റെ ലൈഫ്, എൻ്റെ യൂട്യൂബ്, എൻ്റെ എല്ലാ സംഭവം കൂടി മാനേജ് ചെയ്യാൻ ഞാൻ നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് ആക്ച്വലി. ഈ +2 ടൈമിലൊക്കെ എനിക്ക് സ്റ്റഡീസും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, യൂട്യൂബും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഫുള്ള് സ്ട്രെസ് ചെയ്യണം. ഐ ഡോണ്ട് ഈവൻ വോണ്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ടൈം. ഐ വിൽ നെവർ വിഷ് ലൈക്ക് അങ്ങനെ ആവണ്ടായിരുന്നു. അങ്ങനെ ആയത് നന്നായി, ദാറ്റ് ഇസ് വാട്ട് ഐ തിങ്ക്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതാണ്. എനിക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് വരും എല്ലാം കൂടി വരുന്ന സമയത്ത്. വൺ തിങ് അറ്റ് എ ടൈം അങ്ങനെ പോകുന്നതാണ് എനിക്ക് കുറച്ചുകൂടി എൻ്റെ മെൻ്റൽ ഹെൽത്തിന് നല്ലത്. പക്ഷേ ഐ ആം സ്റ്റിൽ ലേണിംഗ് ഹൗ ടു മാനേജ് ഇറ്റ് ടുഗെദർ. അതുകൊണ്ടാണ് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് കുറേ കാര്യങ്ങൾ ഒരുമിച്ചാണ് ഐ ബീൻ ഡൂയിങ് ഫോർ 4-5 years നൗ. പക്ഷേ ഞാൻ ഡെയിലി
ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓരോ പ്രാവശ്യവും ഇത്തിരി ഇത്തിരി ഇമ്പ്രൂവ് ആയിട്ട് അങ്ങനെ വരുന്നു. നമ്മൾ ചെയ്താണെങ്കിൽ ആണ് ഇമ്പ്രൂവ് ആവുക. ഫസ്റ്റ് മേക്ക് ഇറ്റ് എക്സിസ്റ്റ്. യു ക്യാൻ മേക്ക് ഇറ്റ് ബെറ്റർ ലേറ്റർ. ദാറ്റ് ഈസ് വാട്ട് ഐ ലിവ് ബൈ റൈറ്റ് നൗ. ഞാൻ എപ്പോഴും എന്നെ റിമൈൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ എല്ലാവരും ക്വസ്റ്റ്യൻ എടുത്താലും ഫിൽട്ടർ ചെയ്യുമ്പോൾ അധികാലടുത്തുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡു യു ഹാവ് എ ബോയ് ഫ്രണ്ട്, ആർ യു കമ്മിറ്റഡ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് വിചാരിച്ചാൽ നൗ ഇസ് നോട്ട് ദ ടൈം ടു സേ ദിസ്. ബിക്കോസ് എൻ്റെ വീഡിയോസ് കുറേ ആൾക്കാർ കാണും, ലൈക്ക് പ്രായമുള്ള ആൾക്കാർ, അങ്ങനെ പറയല്ല, പക്ഷെ എന്നാലും എൻ്റെ ഫാമിലിയുള്ള ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ പാരൻസ്, അങ്ങനെയൊക്കെ. And right now, I'm not comfortable sharing my relationship status, disclosing it. I don't want to say yes, I don't want to say no. Because I don't know if it is yes or no. I mean, I know, but I don't want to share right now. I want to share right now, but I am finding a closure with ee parna alkar. Because ee parna alkar is really curious in my life. I don't even know why. എന്താ യു വാച്ച് മൈ വീഡിയോസ്, റിയലി ഗുഡ് തിങ്, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. പക്ഷേ എന്നിട്ട് എൻ്റെ അമ്മേനോട് ഇങ്ങനെ പോയി പറയുക, അങ്ങനെ പോയി പറയുക, യുനോ ഐ ഡോണ്ട് നോ. ഐ എം ഫൈൻഡിങ് എ ബാലൻസ് ബിറ്റ്വീൻ ദാറ്റ് തിങ്. എൻ്റെ ഐ ഡോണ്ട് വാണ്ട് ടു കെയർ അബൌട്ട് ദിസ്. ആൻഡ് എന്നാൽ മാത്രം എനിക്ക് കോണ്ടന്റ് ക്രിയേഷൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പക്ഷേ റൈറ്റ് നൗ ഐ എം സ്ട്രഗ്ലിങ് വിത്ത് ഇവരെ ഒപ്പീനിയൻ ഇൻ മൈ ലൈഫ്. ഇവരെ മീൻസ് എൻ്റെ റിലേറ്റീവ്സിൻ്റെ ആയിക്കോട്ടെ, റിയൽ ലൈഫിൽ അറിയുന്ന ആൾക്കാരായിക്കോട്ടെ, അങ്ങനത്തെ മൈൻഡ് സെറ്റ് കോഓപ്പറേറ്റീവ് ആയിട്ട് പോകാത്ത ആൾക്കാരുമായിട്ട് റൈറ്റ് നൗ ഐ എം വർക്കിംഗ് ഓൺ നോട്ട് കെയറിങ് അബൌട്ട് വാട്ട് ദേ തിങ്ക് ഓർ വാട്ട് ദേ സേ ആൻഡ് ഓൺലി കെയറിങ് അബൌട്ട് വാട്ട് ഐ വോണ്ട് ടു ഡു. ബൈ ഓൾസോ അങ്ങനെയല്ല, എനിക്ക് വേണ്ടത് മാത്രമെന്നല്ല, ഐ വോണ്ട് ടു ഡു വാട്ട് ഐ വോണ്ട് ടു ഡു. ഐ വോണ്ട് ടു ലിവ് മൈ ലൈഫ് like I want to live my life without anyone's opinions or it affecting me. They can have their opinions, but I want to do it as long as it doesn't hurt anyone else or me. School best and worst experience. Best experience +2 tour. Worst experience എന്ന് പറഞ്ഞാൽ there were many days that was really bad. That ഞാൻ വീട്ടിൽ വന്നിട്ട് കരഞ്ഞ് അയ്യോ എനിക്കതൊന്നും ആലോചിക്കാൻ കൂടി പറ്റില്ല. പക്ഷെ കുറേ നല്ല ദിവസം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കുറേ ബാഡ് ഡേയ്സും ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് വാസ് ലൈക്ക് 50-50. പക്ഷെ ടൂർ വാസ് റിയലി ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ കുറേ ചില പർട്ടിക്കുലർ ഡേയ്സ് ഇൻ മൈ സ്കൂൾ വാസ് ലൈക്ക് റിയലി ഗുഡ്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചത് എൻ്റെ പാരൻസ് സപ്പോർട്ടീവ് ആണോ, എത്രത്തോളം അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ടു ബി ഓണസ്റ്റ്, എൻ്റെ പാരൻസ് ഇസ് റിയലി സപ്പോർട്ടീവ് കമ്പയർഡ് ടു അതർ പാരൻസ്. കാരണം ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുടങ്ങിയ സമയത്ത് തീരെ സപ്പോർട്ടീവ് അല്ലായിരുന്നു, അവർക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഡേ 1 തൊട്ട് എൻ്റെ ചാനലിൽ ഭയങ്കരമായിട്ട് എൻ്റെ ഡാഡ് ആൻഡ് മോം സപ്പോർട്ടഡ് മീ. ലൈക്ക് എല്ലാവരും ഭയങ്കര പ്രൗഡായിരുന്നു. ഡാഡ് ആൻഡ് മോം മാത്രമല്ല, എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ റിലേറ്റീവ്സിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അബൌട്ട് മൈ മോം ആൻഡ് ഡാഡ് ഒരു ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, ഇപ്പോഴും സപ്പോർട്ടീവാണ്. ഞാൻ വീഡിയോസ് ഇടാത്ത സമയത്ത് കുറേ ദിവസം വീഡിയോസ് അടുപ്പിച്ചിട്ടില്ലേ ഇങ്ങനെ ചോദിക്കും, എന്താ വീഡിയോസ് ഇടാത്തേ, അങ്ങനെ നല്ല സപ്പോർട്ടീവാണ്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല സപ്പോർട്ടീവാണ്. പിന്നെ എന്ത് ഡിസിഷനും എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് എടുക്കാൻ പറ്റും. ദേ നെവർ ഫോഴ്സ്ഡ് മീ. ലൈക്ക് ഇപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ അധികം ആൾക്കാരും സയൻസ് എടുക്കാൻ ഫോഴ്സ് ചെയ്തിട്ട് കൊമേഴ്സ് എടുക്കണ്ട, നിനക്ക് ഫുൾ A+ ഇല്ലേ, അങ്ങനെ പറയുന്ന പാരൻസ് കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പാരൻസ് വാസ് ഇൻ ലൈക്ക് ദാറ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് കൊമേഴ്സ് എടുക്കണം. ഓൾ ദേ സെഡ് വാസ് ലൈക്ക്, എൻ്റെ അച്ഛൻ പറഞ്ഞത് അതാണോ ഇൻട്രസ്റ്റ്, അതിൻ്റെ അകത്തുള്ള കരിയർ പ്രോസ്പെക്ട്സ് ഒക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതെടുത്തോ, അല്ലാണ്ട് വെറുതെ എടുക്കാൻ പാടില്ല, എല്ലാം നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ എടുത്തോ. ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് പാരൻസ് ഐ ഹാവ്. പിന്നെ അബൌട്ട് ഡ്രസ്സിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് സപ്പോർട്ടീവ് എന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ദേ ആർ സപ്പോർട്ടീവ്. പക്ഷേ ഷോർട്ട് ഡ്രസ്സസൊക്കെ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കേസല്ല, ബിക്കോസ് പ്രായം അങ്ങനെയല്ല. പക്ഷേ ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. കുറേ കാര്യങ്ങളിപ്പം മാറി മാറി വരുന്നുണ്ട്. ബിക്കോസ് ഐ കൺവിൻസ് ദെം ടു ചേഞ്ച്. അവർക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാറും. പക്ഷെ മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര പാടാണ് ചില കാര്യങ്ങൾ. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദെയർ ഫോൾട്ട്, ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഫ്രം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, +1 എൻ്റെ അക്കൗണ്ടൻസി സാറിൻ്റെ അടുത്തുനിന്നുണ്ടായ ഒരു അനുഭവമാണ്.
ബിക്കോസ് ഞാൻ 10ാം ക്ലാസ് വരെ നല്ലോണം പഠിച്ചു വന്ന കുട്ടിയാണ്. 10ാം ക്ലാസ് വരെ എന്നല്ല, പ്ലസ് ടുവിലും അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടല്ലോ. 10ാം ക്ലാസ് വരെ എന്ന് പറയാൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ 8, 9, 10 എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലെ പീക്ക് പീരീഡ് ആയിരുന്നു. എനിക്ക് USS കിട്ടി, NMMS കിട്ടി, അല്ലാത്ത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഞാൻ പങ്കെടുക്കും. ആനിമേഷനിൽ ഞാൻ ഡിസ്ട്രിക്റ്റ് ലെവൽ വരെ പോയിട്ടുണ്ട്, YIPയിൽ ഡിസ്ട്രിക്റ്റ് വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് സ്കൂൾ റെക്കഗ്നൈസ്ഡ് ആയിരുന്നു. ഞാൻ വലിയ ആളാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാനൊരു പിക്ചർ തരികയായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് അത്യാവശ്യം ലൈക്ക് ടീച്ചേഴ്സ് പെറ്റ് കൈൻഡ് ഓഫ് സ്വഭാവമല്ലായിരുന്നു എനിക്ക്. ബിക്കോസ് ഞാനങ്ങനെ ഭയങ്കര പഠിപ്പി മെറ്റീരിയൽ അല്ല. ഞാൻ പഠിപ്പിന്ന് ആണോ എന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിയായിരുന്നു. എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അത്യാവശ്യം നല്ലോണം ലൈഫ് എൻജോയ് ചെയ്ത് കളിച്ച് ചിരിച്ച് ഇങ്ങനെ അങ്ങനെ നടന്നതാണ്. എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ കുറേ ഫണ്ണായിട്ട് എന്തെല്ലോ ചെയ്ത് ഇടയ്ക്കോ പോയി അങ്ങനെ അടിപൊളിയായിട്ട്. പക്ഷേ മാർക്കിൻ്റെ സമയത്ത് മാർക്ക് ഉണ്ടാവും. ഈ ഒരു ടൈപ്പായിരുന്നു ഞങ്ങൾ. അങ്ങനെ പോയതാണ്. ടീച്ചേഴ്സിനൊക്കെ അത്യാവശ്യം ഇഷ്ടമായിരുന്നു. കാരണം കളിക്കുകയും ചെയ്യും, പഠിക്കുകയും ചെയ്യും, എല്ലാ പരിപാടിക്ക് പങ്കെടുക്കുകയും ചെയ്യും. ടാലൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടാലൻറ്റഡ് ആണ്. സ്പീച്ചിലൊക്കെ നിൽക്കും, എക്സ്ട്രാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ പ്ലസ് ടുവിൽ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഒന്നും എൻ്റെ കൂടെ അല്ലായിരുന്നു. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരുന്നു. പിന്നെ ഈ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ സയൻസാണ് എടുത്തത്, ഞാൻ മാത്രമേ കൊമേഴ്സ് ഉള്ളത്. അപ്പോൾ ഈ കൊമേഴ്സിൽ എൻ്റെ കൂടെയുള്ള കുട്ടികളൊന്നും എനിക്ക് കണ്ടു പരിചയമുള്ളൂ, പക്ഷേ എൻ്റെ അതേ വേവ് ലെങ്ത് ആയിരുന്നില്ല. അപ്പോൾ ഇനീഷ്യലി അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടുണ്ടായിരുന്നു. പിന്നെ ഞാൻ യൂസ്ഡ് ആയിട്ടോ. പിന്നെ ലൈക്ക് എല്ലാവരുമായിട്ട് കമ്പനിയൊക്കെ ആണ്. പക്ഷേ ഈ ഒരു സംഭവമില്ലേ, ഇപ്പോൾ പ്ലസ് വണ്ണിലുള്ള സമയത്ത് എനിക്ക് പ്ലസ് വൺ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നേരമൊക്കെ വ്ളോഗൊക്കെ ചെയ്യലുണ്ടായിരുന്നു. ഇങ്ങനെ ക്ലാസ്സൊക്കെ കണ്ട് സൈലത്തിലായിരുന്നു ഞാൻ ട്യൂഷൻ ജോയിൻ ചെയ്തത്. അതൊക്കെ കണ്ട് പഠിച്ച് എനിക്ക് അക്കൗണ്ടൻസി നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്കൂളിൽ പോയ സമയത്ത് അക്കൗണ്ടൻസി സാറ് കുറച്ച് റൂഡായിരുന്നു. ബാക്കിയുള്ളവരെ കാര്യം എനിക്ക് അറിയില്ല, പക്ഷേ എൻ്റെ വേർസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ മൂപ്പരെ വർത്താനമൊക്കെ കേട്ടേരം എനിക്ക് എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി. അക്കൗണ്ടൻസി ഞാൻ മെസ്സപ്പായിപ്പോയി, കോൺഫിഡൻസ് ഇല്ല. പിന്നെ ഞാൻ പ്ലസ് ടു എത്തിയാലോ എനിക്ക് അക്കൗണ്ടൻസി പ്രോബ്ലംസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നത് ശരിയാണെങ്കിലും കോൺഫിഡൻസ് ഇല്ലാണ്ടായിപ്പോയി. കാരണം ഒരു ദിവസം എനിക്ക് ഒരു അക്കൗണ്ടൻസി എക്സാമിന് മാർക്ക് കുറവായിരുന്നു, പ്ലസ് വണ്ണിൽ ക്രിസ്മസിൻ്റെ ടൈമിലുള്ളത്. അപ്പോൾ പാരൻസ് മീറ്റിങ്ങിൻ്റെ സമയത്ത് ഈ സാർ എൻ്റെ അമ്മേനോട് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു, ലൈക്ക് ഇതൊന്നും ക്ലാസ്സിലൊന്നും മര്യാദയ്ക്ക് ശ്രദ്ധിക്കുകയില്ല, ക്ലാസ്സിൽ വരികയില്ല. അതൊക്കെ ശരിയാണ്, ക്ലാസ്സിൽ പോകല്ല. പക്ഷേ മൂപ്പരെ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെയാണ് ഇരിക്കല്ലേ, ശ്വാസം പോലും വിടലില്ലേനു. പക്ഷേ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ആണ്, അങ്ങനാണ് ഇങ്ങനാണ്. പക്ഷെ ഞാൻ പ്ലസ് വണ്ണിലൊക്കെ എന്ന് വെച്ചാൽ ആരോടും മര്യാദയ്ക്ക് മിണ്ടു പോലും ഇല്ല. ഞാൻ ഭയങ്കര സൈലൻ്റ് ആണ്. ഞാൻ 10ാം ക്ലാസ് വരെയുള്ള പോലെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ ടീച്ചേഴ്സിനും അറിയുന്ന പോലെയല്ല. പ്ലസ് വണ്ണിലൊക്കെ ഞാൻ ഇൻവിസിബിൾ ആവാനായിരുന്നു ട്രൈ ചെയ്തത്. മോസ്റ്റ്ലി ഐ വാസ് ഇൻവിസിബിൾ ടു. പിന്നെ ക്ലാസ്സിലും കൂടി പോകാത്തതുകൊണ്ട് പറയുകയും വേണ്ട. അപ്പോൾ ഇറ്റ് റിയലി ഹേർട്ട് മീ. ലൈക്ക് എൻ്റെ അമ്മേനോട് അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ ഇറ്റ് റിയലി ഹേർട്ട് മീ. എൻ്റെ കോൺഫിഡൻസ് അക്കൗണ്ടൻസിയിൽ ഇപ്പോഴും എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല ഈ ഒരു സംഭവത്തിന് ശേഷം. അങ്ങനെ എന്തൊക്കെയോ മൂപ്പരെയും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ കേട്ട് ശീലമില്ലല്ലോ. കാരണം ഐ ഓൾവേസ് മേക്ക് ഷുവർ ഞാൻ ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ആയിട്ടൊന്നും ചെയ്യൂല, അത്യാവശ്യം നല്ല മാർക്ക് എപ്പോഴും കീപ്പ് ചെയ്യും, പിന്നെ ടീച്ചേഴ്സിനോട് റൂഡായിട്ടൊന്നും ചെയ്യില്ല, ഒരു പ്രശ്നത്തിലും പോയി തലവെക്കില്ല. അങ്ങനെ എപ്പോഴും ഞാൻ കോൺഷ്യസ് ആയിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവാണ്ട് കണ്ടിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് മാർക്കും മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഒരു സമയത്ത് ഇങ്ങനെ കേൾക്കുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയില്ല. ഞാൻ എന്തേ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ എഫക്റ്റ് ആവില്ല. പക്ഷേ ഞാൻ എഫേർട്ട് ഇട്ടിട്ടും അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ എനിക്ക് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കാം അല്ലേ. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഹൈറ്റ് എത്രയാണ്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 156 സെൻറ്റിമീറ്റർ ആണെന്ന് തോന്നുന്നു. 5'2" അല്ലേ അത്. ഹാവ് യു എവർ ബീൻ മോക്ക്ഡ് ഫോർ ദിസ് യൂട്യൂബ് ചാനൽ? മോക്ക്ഡ് എന്ന് പറയുന്ന അത്രയും അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ലൈക്ക് ഭയങ്കര പാട്ട വീഡിയോസാണ് അങ്ങനെയുള്ള രീതിയിൽ ഞാൻ കേട്ടിട്ടില്ല, പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ലൈക്ക് വൺ ഇഷ്യൂ ദാറ്റ് ഹാപ്പൻഡ്. പക്ഷേ ഐ വിൽ ലൈക്ക് ടു ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല.
എന്നെ മോക്കടെന്നൊന്നും പറയില്ല. കൂടുതലും എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിന് കോംപ്ലിമെൻറ്റ്സ് ആണ് കിട്ടല്. പ്രത്യേകിച്ച് എൽഡർ പീപ്പിളിൻ്റെ അടുത്തുനിന്ന്. ലൈക്ക് പ്രായമായിട്ടുള്ള മീൻസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അമ്മമാരൊക്കെ എന്നെ കാണുന്ന സമയത്ത്, പിന്നെ എൻ്റെ റിലേറ്റീവ്സ് എന്നെ, പിന്നെ അടുത്ത വീട്ടിലെ ആൾക്കാർ, അങ്ങനെയൊക്കെ കുറേ കോംപ്ലിമെൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കുറേ ആൾക്കാരുണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. പക്ഷേ ചില ആൾക്കാർ ഓവർലി നമ്മളെ ബിസിനസ്സിൽ ഇടപെടും. ദാറ്റ് ഈസ് ദി ഓൺലി പ്രോബ്ലം. പക്ഷേ രണ്ടും പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒന്ന്, എവറിത്തിങ് ഹാവ്സ് ടു സൈഡ്. പോസിറ്റീവ് മാത്രമായിട്ടൊന്നും ഉണ്ടാവില്ല, നെഗറ്റീവ് മാത്രമായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് കോണ്ടൻറ് ക്രിയേറ്റർ ആരാണ്, അല്ലെങ്കിൽ എന്താ ആരാണ് ഇൻസ്പയർ ചെയ്യുന്നത്, അങ്ങനത്തെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് കോണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബറെ പറയുകയാണെങ്കിൽ കടിൽ ക്ലൗഡ് ഈസ് മൈ ഫേവറേറ്റ് യൂട്യൂബർ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്, സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഷോർട്സ് എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു ക്രിയേറ്റർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കടിൽ ക്ലൗഡാണ്, ആര്യ ചേച്ചിയാണ്. ഷീ ഈസ് ലൈക്ക് എ സിസ്റ്റർ ടു മീ, ടു ബി ഓണസ്റ്റ്. എനിക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ കടിൽ ക്ലൗഡിനോടാണ്, ആര്യ ചേച്ചീനോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കൽ. പിന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് സംസാരിക്കുന്ന സമയത്ത്, ഭയങ്കര കൈൻഡാണ്, നമ്മൾക്ക് എല്ലാം പറഞ്ഞു തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടിൽ ക്ലൗഡിനെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ റെന ഫാത്തിമ. ഇൻസ്റ്റഗ്രാമിൽ നോക്കുകയാണെങ്കിൽ, ഇൻസ്റ്റഗ്രാമിലല്ല, ആസ് എ ക്രിയേറ്റർ അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഫാഷൻ, മൈൻഡ് സെറ്റ്, ബ്യൂട്ടി, എവറിത്തിങ് ഐ എം റിയലി ഇൻടു ഹർ. അങ്ങനെ ഐ ആം റിയലി ഇൻടു ഹർ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിയേറ്റർ എന്ന് പറയുന്നത് ധനശ്രീ ചേച്ചിയാണ്. ആസ് എ ക്രിയേറ്റർ വീഡിയോസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ആസ് എ ഫ്രണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. സൈലത്തിൻ്റെ ഒരു ഇവൻറ്റിന് പോയ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടിട്ട് മീറ്റ് ചെയ്തിട്ട്, അന്നേരമാണ് നമ്മൾ ഫ്രണ്ട്സ് ആവുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനിയുള്ള രണ്ടാൾക്കാരെന്ന് വെച്ചാൽ ധനശ്രീ ചേച്ചിയും പിന്നെ കടിൽ ക്ലൗഡുമാണ്. പിന്നെ വേറെ കുറേ ക്രിയേറ്റർ ഫ്രണ്ട്സ് ഉണ്ട്. ഹാവ് യു എവർ ഫേസ്ഡ് എനി ടൈപ്പ് ഓഫ് ബോഡി ഷെയ്മിങ് ആൻഡ് ഹൗ ഡിഡ് യു ഫേസ് ഇറ്റ്? ബോഡി ഷെയ്മിങ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ട് ഇങ്ങനെ എല്ല് പോലെ ഉണ്ടായെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ എൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ ഐ വാസ് ലൈക്ക് എക്സ്ട്രീംലി സ്കിന്നി. ആ ഒരു ടൈമിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് വിവരം വെക്കാൻ തുടങ്ങിയ സമയത്ത്, ഒരു 5ാം ക്ലാസ്സിൽ മനസ്സിലാവാൻ തുടങ്ങിയതും എനിക്ക് കുറച്ച് ഹേർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എവ്രിബഡി വിൽ ബി ലൈക്ക് എല്ലാ ടൈമിലും ഭയങ്കര മെലിഞ്ഞിട്ടാണ്, എല്ലുപോലെ ഉണ്ട്, ഒന്നും തിന്നലില്ലേ, ഇതെന്താ തടിക്കണം കേട്ടോ കുറച്ചുകൂടി. പിന്നെ ഏത് സമയവും ലൈക്ക് ചെറുപ്പത്തിലൊക്കെ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നു, എന്തോ സൂക്കേട് പോലെ ഉണ്ട്, സൂക്കേട് പോലെ ഉണ്ട്, അങ്ങനെ. ആ ഒരു ടൈമിൽ ചെറുപ്പത്തിൽ എന്തറിയാനാ. പക്ഷേ കുറച്ചുകൂടി വലുതായ ടൈമിൽ എനിക്കത് എന്താ പറയുക, ശരിക്കും ഞാൻ മെലിഞ്ഞിട്ടാണോ, ഡു ഐ ലുക്ക് അഗ്ലി, അങ്ങനെ ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 5ാം ക്ലാസ് ആ ഒരു ടൈമിൽ. പിന്നെ പീരീഡ്സ് ആയത് എനിക്ക് 5ാം ക്ലാസ് വെക്കേഷൻ, ലൈക്ക് 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന വെക്കേഷനിലാണ് ആയത്. ഒരു 12 ഇയേഴ്സിൽ എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ ഇൻസെക്യൂരിറ്റി എന്ന് വെച്ചാൽ പീക്കായിരുന്നു. ആ പീരീഡ്സ് ആയ സമയത്ത് എനിക്ക് മൗത്തിൻ്റെ അറൗണ്ട് നല്ലോണം പിഗ്മെൻറ്റേഷൻ വന്നു. ഐ വാസ് സോ ഇൻസെക്യൂർഡ്, ഐ ഫെൽറ്റ് സോ അഗ്ലി ആ ഒരു ടൈമിലൊക്കെ. ആൻഡ് എവറിത്തിങ് എല്ലാ രീതിയിലും നോക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഐ എം നോട്ട് ദാറ്റ് ഇൻസെക്യൂർഡ് എനിമോർ. ആൻഡ് ആൾക്കാർ ഞാൻ ഗ്ലോ അപ്പ് ആയി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ അതാണ്. ബിക്കോസ് ഐ ആം സ്റ്റിൽ ഇൻസെക്യൂർഡ്, പക്ഷേ ഐ നോ ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ് ബെറ്റർ. അതുകൊണ്ട് തന്നെ ഐ സീം മോർ കോൺഫിഡൻറ്റ്. ഐ വിൽ നോട്ട് സേ ദാറ്റ് ഐ ആം റിയലി കോൺഫിഡൻറ്റ്, പക്ഷേ ഐ ഹവ് ഇവോൾവ്ഡ് എ ലോട്ട് ഫോർ ദ ബെറ്റർ. That is why I seem really confident, and just because of that I think I look more beautiful because I am more confident. I don't have to care about what other people think, but I think I look more beautiful because I am more confident now. കുറേ ക്വസ്റ്റ്യൻസ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ദ വേർസ്റ്റ് തിങ് യു എക്സ്പീരിയൻസ്ഡ് ഇൻ യുവർ ലൈഫ്, പിന്നെ ഒരു ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ് വിച്ച് വാസ് വെരി സാഡ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ പറയും, സോ ഫാർ എൻ്റെ ലൈഫിൽ ഭയങ്കര ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഇതെന്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്, മൈക്കല്ല എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ട് മൈക്ക് ഞാൻ ഓഫാക്കി വെച്ചത്, എന്നിട്ട് മൈക്ക് കൈപ്പിടിയോ. ഐ തിങ്ക് യു ഷുഡ് ഓൾവേസ് ഷെയർ യുവർ ഒപ്പീനിയൻ. വേറെ ഒരാളെ കുറിച്ച് നമുക്ക് അറിയുന്ന ഒരാളാണ്,
ആർക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ, യു ഷുഡ് ഷെയർ യുവർ ഒപ്പീനിയൻ. പക്ഷേ ഇറ്റ് ഷുഡ് നെവർ ബി ദാറ്റ് യുവർ ഒപ്പീനിയൻ ഇസ് ഓൺലി ദ റൈറ്റ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എസ്പെഷ്യലി ഇഫ് ദാറ്റ് പേഴ്സൺ ഡസൻ വോണ്ട് ടു ഹിയർ യുവർ ഒപ്പീനിയൻ, യു ബെറ്റർ കീപ്പ് ഇറ്റ് ടു യുവർ സെൽഫ്. അല്ലാണ്ട് ഇതെന്താണ് നന്മമാരാന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് മെൻ്റലി ഓർ ഫിസിക്കലിനെക്കാട്ടും മെൻ്റലി യൂസിങ് യുവർ ഒപ്പീനിയൻ ആസ് ലൈക്ക് എല്ലാവർക്കും ഒപ്പീനിയൻ പറയാം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ അങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ, ഐ വിൽ നെവർ ഡു സച്ച് എ തിങ്. ഇഫ് യു ഡോണ്ട് ഹാവ് എനിത്തിങ് ഗുഡ് ടു സേ, ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു നോട്ട് സേ ഇറ്റ്. അല്ലെങ്കിൽ സേ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലാണെങ്കിലും ദർ ഇസ് എ ലോട്ട് ഓഫ് വേസ് ദാറ്റ് യു ക്യാൻ സേ ഇറ്റ്. അല്ലാണ്ട് വെറുതെ യുനോ, ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ. The worst part is like everybody understood what really happened. All the strangers on the internet, I didn't get any negative sambhavam because of that, and I made it clear that nobody should follow me because of this one thing that happened to me or anything like that. I don't want that. I just wanted to share this opinion or what happened to me, my experience. I just wanted to share that this kind of thing exists. I was not saying that take pity on me or I am a victim. I didn't say like that. All I did was like, this kind of thing exists just in the name of religion or faith or whatever the thing is, and people are ignoring it, people are normalizing it. That's all I said. But they took it out of context. They I don't want to talk about that. I am still struggling with that. I can't post videos right now because of that. I struggle with consistency because of that. Because at one point ഞാൻ ഭയങ്കരമായിട്ട് കൺസിസ്റ്റൻ്റായി എനിക്ക് ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ നല്ലോണം വരുന്നുണ്ടായിരുന്നു. ഞാൻ അധിക ദിവസവും 2-3 വീഡിയോസൊക്കെ വെച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഹാപ്പൻഡ് എൻ്റെ ക്രിയേറ്റീവ് ബ്രെയിൻ ജസ്റ്റ് ഐ ഡോണ്ട് നോ, ഞാൻ ക്രിയേറ്റീവ് രീതിയിൽ ഐ ആം ഇൻ സം കൈൻഡ് ഓഫ് പ്ലേസ്, എ വിയേർഡ് പ്ലേസ്. എനിക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് വരുന്നില്ല, വന്നത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഐ എം സോ സ്കെയർഡ് ഓഫ് വാട്ട് ദേ വിൽ തിങ്ക് എന്ന് ഞാൻ പറയില്ല. വാട്ട് ദേ വിൽ തിങ്കിനെക്കാട്ടും ദിസ് വൺ തിങ് traumatized me, their reaction and everything. I can't share my honest opinion because of that one thing. Because strangers aanengi I wouldn't have cared. It was the very people that I really wanted to support me. I really thought they will support me, they will stand by me. But everyone, all the strangers, thousands of lakhs of strangers supported me. I don't like that is second thing, strangers into the but I really thought the people that mean the most to me in my life would support me, but they didn't. So right now എൻ്റെ ഏറ്റവും വലിയ ഗോൾ എന്ന് വെച്ചാൽ ടു ഈ ഒരു ട്രോമയല്ല, ഈ ഒരു മൈൻഡ് സെറ്റ് നിന്ന് പുറത്ത് കിടക്കുക. ആൻഡ് ടു ഗെറ്റ് മൈ ഗെറ്റ് ബാക്ക് മൈ ക്രിയേറ്റീവ് സൈഡ്, ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻറ് ഐഡിയാസ് ഇട്ട് വരിക ആൻഡ് കൂടുതൽ കണ്ടൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. അതാണ് ഞാനിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം എന്ന് വിചാരിച്ചാൽ. ഐ ആം ടേക്കിംഗ് ഇറ്റ് സ്ലോ. കാരണം പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഐ കാൺ കീപ്പ് അപ്പ് ദ പേസ്. ഐ ആം ടേക്കിംഗ് ഇറ്റ് ഇൻ മൈ ഓൺ സംഭവം. I'll be back with that comfort, that motivation, that inspiration that you guys followed me for. But I need some time. ചേച്ചി ഞാനൊരു യൂട്യൂബറാണ്, പക്ഷേ എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നുണ്ട്. ചേച്ചി ഒരു യൂട്യൂബർ ആണല്ലോ, അപ്പം ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും കുറ്റപ്പെടുത്തിയ അത് ആരാണ്? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ ഇനീഷ്യലി കുറേ ആൾക്കാർ തോട്ട് ദാറ്റ് ഐ എം നെവർ ഗോണ മേക്ക് ഇറ്റ് ആൻഡ് ദേ ഹാഡ് എ റീസൺ. I didn't make it for 3 years after starting my channel. I received my first salary last year. 2021 start ചെയ്തിട്ട് I received my first YouTube salary in 2025. It was really, my journey was not overnight. It didn't happen like that. It took years. It took കുറേ ടൈപ്പ് ഓഫ് വീഡിയോസ്, ഫോർമാറ്റ് ഓഫ് വീഡിയോസ് ട്രൈ ചെയ്ത് ഫെയിൽ ചെയ്ത് അങ്ങനെ ഉണ്ടായതാണ്. ദാറ്റ് ഈസ് വൈ മൈ യൂട്യൂബ് ചാനൽ മീൻസ് എ ലോട്ട് ടു മീ. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് 100K അടിച്ച് 10K അടിച്ച് അങ്ങനെ പോയതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് വാസ് എ ഹ്യൂജ് ഗ്യാപ്പ്. 3 വർഷം എടുത്തു 1K അടിക്കാൻ, പിന്നെ 1 വർഷം എടുത്തു 10K അടിക്കാൻ, പിന്നെ 50K അടിച്ചതിന് ശേഷം മാത്രമാണ് 1 മന്ത് കൊണ്ട് 100K ആയത്. ഇറ്റ് ടുക്ക് എഫേർട്സ്. കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് ആ ഒരു ടൈം ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ ദ തിങ് ഇസ് ദാറ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. വൺ ഡേ യു ആർ ഗോണ മേക്ക് ഇറ്റ് ഇഫ് യു ഡോണ്ട് ഗിവ് അപ്പ്.
അത് ഞാനിപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടിയില്ല. എൻ്റെ 2023 മോണിറ്റൈസ് ആയിട്ടുണ്ട്. എന്നിട്ടും 2025 എൻ്റെ ഫസ്റ്റ് സാലറി കിട്ടിയത്. സോ 2024 ഓ മൈ ഗോഡ് മോണിറ്റൈസ്ഡ് ആയിട്ടും ഞാൻ ഒരു വർഷം കൂടി ട്രൈ ചെയ്തു. പക്ഷേ സ്റ്റിൽ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇറ്റ് എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ റൈറ്റ് നൗ ഐ വിൽ നോട്ട് ബി റിസീവിങ് യൂട്യൂബ് സാലറി എവറി സിംഗിൾ മന്ത് ജസ്റ്റ് ബിക്കോസ് ഐ കെപ്റ്റ് ഷോയിങ് അപ്പ്. ആൻഡ് ഇപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് വെച്ചാൽ കുറേ കാലം എനിക്ക് ഒരു റിസൾട്ടും ഇല്ലാത്തതിൻ്റെ ഒരുമിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് പീപ്പിൾ തിങ്ക് ദാറ്റ് ഐ എം ലക്കി, ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ബിക്കോസ് കുറേ കാലം അബൌട്ട് 4 years ഐ വർക്ക്ഡ് വിത്ത് നോ മച്ച് പ്രോഗ്രസ്. നമ്പേഴ്സ് കൂടിയിട്ടുണ്ടായില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടായില്ല, ഇൻകം കൂടിയിട്ടുണ്ടായില്ല, ഇൻകം വരുന്നേ ഉണ്ടായില്ല അറ്റ് സം പോയിൻറ്റ്. ലൈക്ക് 2023 ഒരു കൊളാബ് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത കൊളാബ് 6 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുക. ആൻഡ് ഐ വാണ്ടഡ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഓൺ എക്സ്പെൻസസ്. ഒരു ചെറിയ എമൗണ്ട് അന്നേരമൊക്കെ കിട്ടുക, 1500 1000 അങ്ങനെയൊക്കെ. ഈ ഒരു എമൗണ്ട് ഞാൻ 6 മാസമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബിക്കോസ് ഐ വാണ്ടഡ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഓൺ എക്സ്പെൻസസ്. സോ അങ്ങനെയാണ്. ബട്ട് റൈറ്റ് നൗ ഐ ആം ലിവിങ് കംഫർട്ടബിളി. ഐ ക്യാൻ ഡു മൈ ഡ്രീം തിങ്സ് ആൻഡ് ഐ ഹാവ് എ ലോങ് വേ ടു ഗോ. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്, സോ ഐ ആം റൈറ്റ് നൗ ആൻഡ് യു ഷുഡൻറ്റ് ഗിവ് അപ്പ് ആൻഡ് യു വിൽ ബി ദർ സം ഡേ. എന്തൊരു കാര്യത്തിലായാലും കോണ്ടൻറ് ക്രിയേഷൻ, ബീറ്റ് സ്റ്റഡിങ്, ബീറ്റ് കോണ്ടൻറ് ക്രിയേഷൻ, എനിത്തിങ് ദാറ്റ് യു വാണ്ടഡ് ടു ഡു. വാട്ട് വാസ് യുവർ ചൈൽഡ്ഹുഡ് ഡ്രീം? അത് നല്ല കോമഡിയാണ്. ബിക്കോസ് 2ാം ക്ലാസ്സിൽ നിന്ന് ഐ വാണ്ടഡ് ടു ബി എ പോലീസ് ഓഫീസർ. അന്നേരവും ഞാൻ ഒരു സ്പീച്ച് 2ാം ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ അസംബ്ലിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. ആ ഒരു സമയത്ത് ഇൻട്രൊഡക്ഷൻ സ്പീച്ചിൽ ഞാനിങ്ങനെ പറഞ്ഞു ഐ വോണ്ട് ടു ബിക്കം എ പോലീസ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീമായിരുന്നു. പിന്നെ 3ാം ക്ലാസ് എത്തിയതും എനിക്ക് ഒരു സയൻറ്റിസ്റ്റ് ആവണമായിരുന്നു. ബിക്കോസ് നേരെ സയൻസൊക്കെ പഠിക്കുന്ന സമയത്ത് ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ഇങ്ങനെ ആസിഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യാലോ അങ്ങനെയൊക്കെ വിചാരിച്ച് സയൻറ്റിസ്റ്റ് ആവണമെന്നായിരുന്നു അന്നേരം എൻ്റെ ആഗ്രഹം. പിന്നെ 4ാം ക്ലാസ്സിലെത്തിയതും എനിക്കൊരു സാറ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു സാറുണ്ടായിരുന്നു സ്കൂളിൽ തന്നെ. ഞങ്ങളെ സ്കൂള് പറഞ്ഞില്ലേ CBSE ആയിരുന്നു 4 വരെ പഠിച്ചത്. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറാണ് ഞങ്ങൾക്ക് ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പരിചയപ്പെടുത്തി തന്നെ. ഇറ്റ് ഇസ് എ ജോബ്, മറ്റേ പുരാവസ്തു ഗവേഷകൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ജോബ്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓ വെരി ഇൻട്രസ്റ്റിംഗ്, ആർക്കിയോളജിസ്റ്റ് കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ, ഐ വോണ്ട് ടു ബി എ ആർക്കിയോളജിസ്റ്റ്. പിന്നെ അന്നേരം എൻ്റെ ആഗ്രഹം മൊത്തം ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 5 6 എത്തിയത് എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ മാറി മാറി വരുന്ന സംഭവമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും കാര്യമാക്കില്ല. പക്ഷേ ഒരു 8ാം ക്ലാസ് എത്തിയതും ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എനിക്ക് കുറച്ചുകൂടി സോഷ്യൽ സയൻസിലെ ഈ എക്കണോമിക്സ് ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയായിരുന്നു, ജോഗ്രഫിയിലെ ഈ ഒരു ഭാഗമൊക്കെയായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഞാൻ എന്തായാലും സയൻസ് എടുക്കില്ല, കൊമേഴ്സ് എടുക്കുമെന്ന് ഞാൻ 8ാം ക്ലാസ്സിനെ ഡിസൈഡ് ചെയ്തു. പക്ഷേ ഐ വാസ് ഇൻ ഷുവർ. പിന്നെ 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും ഞാനൊരു ഡിസിഷൻ മേക്ക് ചെയ്തു, കൊമേഴ്സ് എടുത്തു. ബിക്കോസ് കൊമേഴ്സ് ഇപ്പോഴും എനിക്ക് എന്ത് ജോലിയാണ് കറക്റ്റ് വേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ നോ ദാറ്റ് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ, ബിസിനസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ട്. ദാറ്റ് ഈസ് മൈ ജോലി. പിന്നെ കോണ്ടൻറ് ക്രിയേഷൻ ഫുൾ ടൈം ആയിട്ട് എടുക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനാണോ താല്പര്യം എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് കോണ്ടൻറ് ക്രിയേഷൻ ഫുൾ ടൈം ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല താല്പര്യമുണ്ട് ആൻഡ് ഐ എം സീരിയസ്ലി കൺസിഡറിങ് ദാറ്റ്. പക്ഷേ I think I should have a degree because that will be a safer option in case something happens. We don't know. AI ഒക്കെ കാലാണ്, job market is gonna go up and down and everything, and I think it will be really safe. What if one day you guys leave me, എല്ലാവരും unsubscribe ചെയ്ത് പോയാലോ, എൻ്റെ വീഡിയോസ് കാണാണ്ടിരുന്നാലോ, അപ്പോൾ ഞാൻ പെട്ടുപോയില്ലേ? അതുകൊണ്ട് I think that I should take a degree, or ഡിഗ്രി അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ്, then take content creation full time if I don't want to work anymore. It depends. ആദ്യം ഡിഗ്രി എന്ന് ഞാൻ വെറുതെ പറയാണ്. ഇഫ് ഐ ഫൈൻഡ് എനിത്തിങ് എൽസ് ഇൻട്രസ്റ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂറിങ് ദിസ് 1 year ഗ്യാപ്പ് ഐ ഗോ ബിഹൈൻഡ്. ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് അറിയോ? 570 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായത്. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ സൗണ്ടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്, തൊണ്ടവേദനയാണ് ഇങ്ങനെ നിർത്താണ് സംസാരിച്ചിട്ട്. ബാക്കി ക്വസ്റ്റ്യൻ ഞാൻ പിന്നെ റിപ്ലൈ ചെയ്യുന്നതാണ്. ഈ 570 ക്വസ്റ്റ്യൻസ് റിപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ യെസ്, ദിസ് ഈസ് മൈ സംഭവം. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം ഇനി ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കും, എസ്പെഷ്യലി സിൻസ് വി ആർ ടേക്കിംഗ് എ ബ്രേക്ക്. I will try my best to be a full-time content creator.
during this 1 year time. So you're gonna see more of me, but right now I am working on my creative സംഭവങ്ങൾ, as I said before. പക്ഷേ I promise that I'm gonna provide you with the best of my best content. I will serve you with best of my എന്താ പറയുക, കഴിവുകൾ, സർവീസ്. I don't know. I will entertain you, I will motivate you, I will comfort you. അത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് for watching my video. Bye bye.